കഴിഞ്ഞ ദിവസേ എൻ്റെ നാട്ടിലെ ഒരാളെ ഞാൻ പുറത്ത് വെച്ച് കണ്ടു ട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞു. പക്ഷേ ആരാണ് ക്ലാസ് ടീച്ചർ എന്നുള്ളതും അവരെ ഫ്രണ്ട്സ് ആരൊക്കെ എന്നുള്ളത് ചോദിച്ച സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പൊതുവേ നമ്മുടെ സ്കൂളിലുള്ള പാരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കാണാറുണ്ട്. പാരൻസ് മീറ്റിങ്ങിന് പൊതുവേ വരാറുള്ളത് അവരുടെ സ്റ്റുഡൻസിൻ്റെ ഉമ്മമാരായിരിക്കും അല്ലെങ്കിൽ അമ്മമാരായിരിക്കും ഉണ്ടാവുക. വളരെ കുറവാണ് അച്ഛന്മാർ പങ്കെടുക്കൽ. ഒരു പാരൻസ് മീറ്റിംഗ് ഒരു ക്ലാസ്സിലൊക്കെ മാക്സിമം പോയാൽ മൂന്നോ നാലോ അച്ഛന്മാരൊക്കെ ഉപ്പമാരെ വരുള്ളൂ. ഓക്കെ അല്ലേ? മെജോറിറ്റിയും ഉമ്മമാരായിരിക്കും ഉണ്ടായിരിക്കുക. പലപ്പോഴും ഞാൻ ചിന്തിക്കലുണ്ട്, എന്തുകൊണ്ടാണ് പാരൻസ് മീറ്റിങ്ങിൽ അച്ഛന്മാർ പങ്കെടുക്കാത്തതെന്നുള്ളത്. മിക്കവാറും അവർക്ക് വർക്ക് ഉണ്ടായിരിക്കും. കുടുംബനാഥനായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വരുമാന മാർഗ്ഗം കണ്ടെത്തണമല്ലോ. അപ്പോൾ ആ ദിവസം മിക്കവാറും അവർ പണിക്ക് പോകായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിരുന്നാൽ കൂടിയും ആകെ കൊല്ലത്തിലൊരു മൂന്നോ നാലോ മീറ്റിംഗ് മാത്രമേ ഒരു സ്കൂൾ ഉണ്ടായിരിക്കുള്ളൂ. അവനവൻ്റെ മക്കളെ പറ്റി അറിയാനാണല്ലോ ഈ മീറ്റിങ്ങുകളെല്ലാം. അപ്പം അതൊന്നും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ അച്ഛന്മാർക്ക് പങ്കെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും ഒരുമിച്ച് എന്ത് ചെയ്യണം, മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് കുട്ടിയുടെ സിറ്റുവേഷൻ അറിയണം എന്നാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ കുടുംബം ഹാപ്പി ആവാനാണ് അല്ലേ. എല്ലാവരുടെ അൾട്ടിമേറ്റ് എയിം അത് തന്നെയാണ്. ഓക്കെ. അപ്പം നമ്മളെ കുട്ടികൾ ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ നല്ല രീതിയിലാണോ പോകുന്നത്, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാരും കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ഓക്കെ. സോ ഇനിയുള്ള സന്ദർഭങ്ങളിൽ അച്ഛന്മാരും അമ്മമാരും ഒരുമിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മളൊരു സ്കൂളിലുള്ള ഒരു അനുഭവം പങ്കുവെച്ചെന്ന് മാത്രം. ഓക്കെ.